Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the last class we done some exercises based on metric measures, measurement of length. Today we are going to learn measurement of length using a ruler. അപ്പോൾ ruler യൂസ് ചെയ്തിട്ട് നമ്മൾ how to draw the measurement അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So let us try 10.2 page number 53. In that page we have some problems, that is draw lines of the following measurements using a ruler. അപ്പോൾ ruler യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് മെഷർമെന്റ്സ് ഡ്രോ ചെയ്യണം. So the first question is 6 centimeter. So all of you take scale. അപ്പോൾ സ്കെയിലിനകത്ത് 6 centimeter നോക്കിയിട്ട് അതിൻ്റെ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 centimeter നോക്കുക. നിങ്ങളുടെ സ്കെയിലിനകത്ത് 0 to 6 വരെയുള്ള മെഷർ നോക്കുക. 0 മുതൽ 6 centimeter, 6 എന്ന് എഴുതിയിരിക്കുന്നിടം വരെ എടുത്തിട്ട് എന്താണ്, ദാറ്റ് ഈസ് സെൻറ്റിമീറ്റർ. നമ്മൾ സ്കെയിലിനകത്ത് സെൻറ്റിമീറ്റർ ആണ് മെഷർ വരുന്നത്. അപ്പോൾ ആ സ്കെയിലിനകത്ത് 0, 1, 2, 3, 4 അങ്ങനെ പോകും. അപ്പം ഏറ്റവും ചെറിയ സ്കെയിലാണെങ്കിൽ അതിനകത്തൊരു 15 centimeter മെഷർ ആയിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ വലിയ സ്കെയിലാണെങ്കിൽ 30 centimeter ആയിരിക്കും. അപ്പോൾ 15 centimeter സ്കെയിലാണോ ഏത് സ്കെയിൽ ആയിക്കോട്ടെ അതിനകത്ത് 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന 0 to 6 വരെയുള്ള മെഷർ നോക്കുക. അത് നിങ്ങളുടെ ബുക്കിനകത്തോട്ട് വെച്ചിട്ട് എന്ത് വരയ്ക്കണം, 0 മുതൽ 6 വരെ വരയ്ക്കുക. ഓക്കെ, ദെൻ അതിന് അണ്ടറിലായിട്ട് നമ്മൾ 6 centimeter എന്ന് എഴുതി കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദ ലൈൻ വിത്ത് ലെങ്ത് 6 centimeter. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 10 centimeter. അപ്പോൾ 10 centimeter ആണ് വരുന്നതെങ്കിലോ 10 centimeter ആണെങ്കിൽ സെയിം ലൈക്ക് ദാറ്റ് 0 സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ബുക്കിനകത്ത് വയ്ക്കുക. 0 to 10 വരെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. Then below that you have to write 10 centimeter. Okay, like that here 8 centimeter 3 millimeter. അപ്പോൾ we know that 1 centimeter is how many millimeter? 1 centimeter is 10 millimeter. അപ്പോൾ സ്കെയിലിനകത്ത് 0യ്ക്കും 5നും ഇടയ്ക്ക് കുറേ ചെറിയ 0യ്ക്കും 1നും ഇൻ ബിറ്റ്വീൻ ദാറ്റ് 0 and 1 ദർ ഈസ് സ്മോൾ ലൈൻസ്, ചെറിയ ചെറിയ ലൈൻസ് ഉണ്ട്. ആ ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിന് ഇടയ്ക്കുള്ള മില്ലിമീറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് 1 centimeter. 0 മുതൽ 1 വരെയുള്ള ആ 1 centimeterന്റെ ഇടയ്ക്ക് എത്ര ചെറിയ ലൈൻസ് ഉണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ അറിയാം, 10 lines ഉണ്ട്, 10 ചെറിയ ലൈൻസ് ഉണ്ട്. ദാറ്റ് ഈസ് 1 centimeter ഈസ് ഈക്വൽ ടു 10 millimeter. 10 millimeter അല്ലെങ്കിൽ 10 ചെറിയ ലൈൻസ് ചേരുമ്പോഴാണ് 1 centimeter ആവുന്നത്. സോ 8 centimeter 3 millimeter എന്ന് പറയുന്ന ആ ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ഹൗ വിൽ യു ഡ്രോ ദാറ്റ്? 8 centimeter 3 millimeter. സോ അതെങ്ങനെ വരയ്ക്കും എന്ന് വെച്ചാൽ നമ്മൾ സ്കെയിലിനകത്ത് 0 to 8 വരെ നോക്കുക. 0 to 8 കഴിഞ്ഞാൽ പിന്നെ ആ സ്മോൾ 3 ലൈൻസ് ഉണ്ടല്ലോ അതും കൂടെ മെഷർ ചെയ്ത് വേണം വരയ്ക്കാൻ. സോ ഇങ്ങനെ വെച്ചിട്ട് 8 വരെ വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ആ സ്മോൾ 3 ലൈൻസും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും എന്താവും, 8 centimeter 3 millimeter. ഓക്കെ, സെയിം ലൈക്ക് ദാറ്റ് 12 centimeter 8 millimeter വരുമ്പോൾ 0 to 12 വരെ 12 centimeter. ദെൻ ആ സ്മോൾ 3 ലൈൻസും കൂടെ സ്മോൾ 8 ലൈൻസും കൂടെ, അതായത് 13 centimeter വരുന്നതിൻ്റെ തൊട്ട് 2 ലൈനും കൂടെ ബിഫോർ വരെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, that is the method how to draw the lines using a ruler. Then we have compare and fill in the circles with greater than less than. ഇനി എന്താണ്, മെഷർമെന്റിന്റെ കമ്പാരിസൺ ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ യൂസ് ചെയ്ത് നമുക്ക് മെഷർമെന്റ്സ് കമ്പയർ ചെയ്യാനാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം പേജ് നമ്പർ 53. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 centimeter and 9 centimeter. 7 centimeter and 9 centimeter.
വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? രണ്ടും സെന്റിമീറ്ററിലാണ് കിടക്കുന്നത് അല്ലേ, രണ്ടും സെന്റിമീറ്ററിലാണ്. അപ്പൊ 7 ആണോ 9 ആണോ ഗ്രേറ്റർ? 9 ഈസ് ഗ്രേറ്റർ, isn't it? 9 is greater, so 9 centimeter is greater than 7 centimeter. Next one is 1400 centimeter and 14 meter. അപ്പോൾ ഇവിടെ എന്ത് വരും? ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ ഈക്വൽ ടു? വിച്ച് വൺ ഈസ് കമ്മിങ് ഹിയർ? അതിന് നമ്മൾ 1000, ഇത് മീറ്ററിലാണ് കിടക്കുന്നത് അല്ലേ. വി നോ ദാറ്റ് 1400 സെന്റിമീറ്റർ എന്ന് പറയുന്നതും 14 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കണം. 14 മീറ്റർ ഈസ് 14 into 100 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 1400 സെന്റിമീറ്റർ. അപ്പോൾ 14 മീറ്റർ എന്ന് പറയുന്നത് 1400 സെന്റിമീറ്ററിന് ഈക്വൽ ആണ്. സോ ഹിയർ ഈക്വൽ ടു സിമ്പിൾ ഈസ് കമ്മിങ്. Equal to symbol is coming there. Then the third one is 1000 meter and 1 kilometer. 1000 meter and 1 kilometer. We know that 1 kilometer is equal to 1000 meters. So here the symbol is equal to. It is equal to 1000 meter is equal to 1 kilometer. Okay. Then next question. 1500 centimeter or 15 kilometer. 1500 centimeter ആണോ 15 kilometer ആണോ വലുത്? We know that 1 kilometer is 1000 meter വരും. അത് അപ്പോഴത്തേനെ അറിയാം സെന്റിമീറ്ററിനെക്കാട്ടിലും കുറേ വലുതാണ് ഈ 15 kilometer എന്ന് പറയുന്നത്. 15,000 meter വരും. സോ ഇതിനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43 meter and 43 centimeter. We know that 1 meter is 100 centimeter. 1 meter എന്ന് പറയുന്നത് തന്നെ 100 centimeter. അപ്പോൾ 43 meter എന്ന് പറയുന്നത് it is bigger than 43 centimeter. So 43 meter is bigger. And next one is 14 kilometer is 140 meter. 14 kilometer is greater than 140 meter. So this is the method how to compare the measurements compare ചെയ്യുന്നതാണ്. Then we have some word problems. Fourth question, Priyanka buys some decorative sticks of 25 centimeter each. The sticks need to fitted along a wall which is 200 centimeter long. What is the minimum number of sticks she needs to cover the length of the wall? അപ്പോൾ എന്താണ് 25 centimeter ലെങ്ത് വരുന്ന കുറച്ച് ഡെക്കറേറ്റീവ് സ്റ്റിക്സ് പ്രിയങ്ക മേടിച്ചു. ദ സ്റ്റിക്സ് നീഡഡ് ടു ബി ഫിറ്റഡ് അലോങ് എ വോൾ. ഒരു വോളിൽ 200 centimeter ലെങ്ത് വരുന്ന ഒരു വോളിൽ ഫിറ്റ് ചെയ്യാനാണ് ആ സ്റ്റിക്സ് മേടിച്ചത്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റിക്സ് ഷീ നീഡ്സ് ടു കവർ ദ ലെങ്ത് ഓഫ് ദ വോൾ? ആ 200 centimeter ലെങ്ത് വരുന്ന ആ വോൾ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ മെനി decorative sticks she needed? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട വിച്ച് ഓപ്പറേഷൻ വി ആർ going to do here is division. അപ്പോൾ 200 centimeterനെ 25 centimeter ഡിവൈഡ് ചെയ്യുമ്പോൾ we will get the number of decorative sticks. അപ്പോൾ number of decorative sticks കാണാൻ 200 divided by 25, that is 200 divided by 25. So 200നെ 25 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? we will get 8. ഓക്കെ, നമുക്ക് 8 ആണ് കിട്ടുന്നത്. സോ 8 decorative sticks we needed to cover cover the wall. Okay, next we have measurement of weight and measurement of measurement of weight and measurement of capacity. ആ രണ്ട് ടോപ്പിക്കും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ക്ലോസ് ആകും. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ലേൺ measurement of capacity and measurement of weight. So today I am going to wind up our class. Assalamu alaikum.